പഴയൊരു സിനിമയിലെ പ്രസിദ്ധമായ ഡയലോഗുണ്ട്, താൻ ആരുവാ. അതുപോലത്തെ ഒരു ഡയലോഗ് ഇപ്പോൾ ശശി തരൂർ നടത്തിയിരിക്കുകയാണ്. അല്ല, നിങ്ങൾ ആരാ ചോദിച്ചിരിക്കുന്നത് ഉണ്ണിത്താനോടും മുരളീധരനോടാണ്. രണ്ടുപേരും ശശി തരൂരിനെ കഴിഞ്ഞ ദിവസം ഒന്ന് കുത്തി. മുരളീധരൻ പറഞ്ഞു, ഇനി പാർട്ടിയുടെ ഒരു പരിപാടികളിലും ശശി തരൂരിനെ ഞങ്ങൾ പങ്കെടുപ്പിക്കില്ല. ഉണ്ണിത്താൻ കുറച്ചുകൂടെ കടത്തി പറഞ്ഞു, ശശി തരൂർ പാർട്ടി വിട്ടു പോകണം, ഞങ്ങൾ പുറത്താക്കുമൊന്നുമില്ല, ഇയാൾ തന്നെ ഒന്ന് പോയിത്താ. വർക്കിംഗ് കമ്മിറ്റി അംഗമാണ് ശശി തരൂർ. അപ്പോൾ അതിൻ്റെ എത്രയോ താഴെ നിൽക്കുന്ന രണ്ട് നേതാക്കന്മാർ, കേരളത്തിലെ രണ്ട് ചോട്ടാ നേതാക്കന്മാർ പറയുകയാണ് വർക്കിംഗ് കമ്മിറ്റി അംഗം ഒന്ന് പാർട്ടിയിൽ നിന്ന് വിട്ടു പോകണം. അത് മനസ്സിൽ വെച്ചിട്ടായിരിക്കുമോ ശശി തരൂർ? അല്ല, മനസ്സിലായില്ല, നിങ്ങൾ ആരാണ് എന്ന് ചോദിച്ചിരിക്കുന്നത്. പിന്നെ തീർച്ചയായിട്ടും ആ ചോദ്യം വളരെ ശരിയാണ്. എന്താ കാര്യം എന്ന് വെച്ചാൽ കെ മുരളീധരനെ ഇപ്പോൾ പാർട്ടിയിൽ പദവികൾ കാര്യമായിട്ടൊന്നുമില്ല. മുൻ KPCC പ്രസിഡന്റ് എന്ന പദവിയാണുള്ളത്. അദ്ദേഹം MP യും അല്ല. അദ്ദേഹത്തിന് ഇപ്പോൾ തൽക്കാലം ഒരു പദവിയും ഇല്ലാതെ. 2 രൂപ മെമ്പർഷിപ്പ് അല്ല, 2 രൂപ മെമ്പർഷിപ്പ് തന്നാൽ മതി എന്നും പറഞ്ഞുകൊണ്ട് വന്നിട്ടാണ് പിന്നെ പുള്ളി ഇതൊക്കെ ആക്കിയത്. അതെല്ലാം എടുത്ത്. പക്ഷേ പുള്ളി ഇപ്പോൾ ചെയ്യുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ മൊത്തം കോൺഗ്രസ് പാർട്ടിക്ക് വേണ്ടി അഭിപ്രായം പറയുന്ന ഒരാളായിട്ട് പുള്ളി മാറിയിരിക്കുകയാണ്. പക്ഷേ പുള്ളിയുടെ ഔദ്യോഗിക പദവി എന്താണ്? ഞാൻ മനസ്സിലാക്കിയെടുത്തോളം മുൻ KPCC പ്രസിഡന്റ്. അത് മാത്രമേ ഉള്ളൂ. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു പക്ഷേ രാഷ്ട്രീയ കാര്യസമിതിയിലുണ്ടോ എന്ന് എനിക്കറിയില്ല. ചിലപ്പോൾ ഉണ്ടായേക്കാം. അതാണെങ്കിൽ തന്നെ അതിനകത്തൊരു അംഗം മാത്രമാണ്, അതിൻ്റെ നേതാവല്ല. കോൺഗ്രസിൻ്റെ അഭിപ്രായം ആയിട്ട്, സ്റ്റേറ്റ് കോൺഗ്രസിൻ്റെ അഭിപ്രായമായിട്ട് ഈ കാര്യത്തെക്കുറിച്ച് അഭിപ്രായം പറയേണ്ട ആൾ സണ്ണി ജോസഫാണ്. സണ്ണി ജോസഫിന് മാത്രമേ അതിന് അധികാരമുള്ളൂ. പക്ഷേ ഇദ്ദേഹം വർക്കിംഗ് കമ്മിറ്റി അംഗമായതുകൊണ്ട് ഇദ്ദേഹം എന്ത് ചെയ്യണം എന്ത് ചെയ്യണ്ട എന്ന് തീരുമാനിക്കാൻ, ആജ്ഞ കൊടുക്കാൻ അവകാശമുള്ളത് ആർക്കാണെന്ന് വെച്ച് കഴിഞ്ഞാൽ AICC പ്രസിഡൻറ്റിനാണ് ഉള്ളത്. AICC പ്രസിഡൻ്റാണ് പറയേണ്ടത്, ശശി തരൂർ ഇനി ഈ രീതിയിലുള്ള കാര്യങ്ങളൊന്നും പറയാൻ പാടില്ല, ഷട്ടപ്പ് എന്ന് പറഞ്ഞിട്ട് ഒരു പാർട്ടി പരിപാടിയിലും വിളിക്കണ്ട എന്ന് നിർദ്ദേശം കൊടുക്കേണ്ടതും അവരാണ്. അല്ലാതെ ഇവരെവിടെയാണ് പാർട്ടി പരിപാടി സംഘടിപ്പിക്കുന്നത്? കെ മുരളീധരൻ എവിടെയാണ് പാർട്ടി പരിപാടി സംഘടിപ്പിക്കുന്നത്? അന്നല്ല, പാർട്ടി പരിപാടി എങ്ങനെ ഓർഗനൈസ് ചെയ്യണമെന്ന് തീരുമാനിക്കുന്ന ഏത് സമിതിയിലാണ് മുരളീധരനുള്ളത്? ഇനി മുരളീധരൻ്റെ കൂട്ടുകാരനായിട്ട് ഇപ്പോൾ ശശി തരൂരിനെതിരെ ഇറങ്ങിയിരിക്കുന്നത് രാജ്മോഹൻ ഉണ്ണിത്താനാണ്. രാജ്മോഹൻ ഉണ്ണിത്താനും മുരളീധരനും തമ്മിലുള്ളൊരു ബന്ധത്തെക്കുറിച്ച് ഞാൻ വിശദീകരിക്കേണ്ട കാര്യമില്ലല്ലോ എങ്ങനെയാണെന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാവുന്നതാണ്. കാരണം കെ മുരളീധരനെ ഇതുപോലെ വ്യക്തിപരമായി അധിക്ഷേപിച്ചിട്ടുള്ള ഒരാൾ KPCCയിൽ വേറെയില്ല. ഏറ്റവും മോശപ്പെട്ട ഭാഷയിൽ ഒരു കാരണവശാലും അങ്ങനെയൊന്നും ഒരാളെക്കുറിച്ച് പറയാൻ പാടില്ല എന്ന് സുജനമര്യാദയുള്ള ആരും സമ്മതിക്കുന്ന സന്ദർഭത്തിൽ യാതൊരു ഇതും കൂടാതെ നാക്കിന് എല്ലില്ലാതെ പറഞ്ഞിട്ടുള്ള ഒരാളാണ് ഈ പറഞ്ഞ രാജ്മോഹൻ ഉണ്ണിത്താൻ. രാജ്മോഹൻ ഉണ്ണിത്താൻ ഇപ്പോൾ പാർട്ടിയിൽ എന്താ പദവി? ഒന്നുമില്ല, ഒരു MP ആണെന്ന് മാത്രമേ ഉള്ളൂ. ഒരു MP ആണ്, അതിൻ്റെ ഇതുണ്ട്. അതുകൊണ്ട് പാർലമെൻ്ററി പാർട്ടിയിലുണ്ട്. അതിൻ്റെ രീതിയിൽ സ്വാഭാവികമായിട്ട് MP-മാരും പ്രധാനപ്പെട്ടവരും ഒക്കെ ഇതിനകത്ത് വരുന്ന രീതിയിൽ ഇവരും ഇത്തരം കമ്മിറ്റികളിലൊക്കെ വന്നെന്നിരിക്കാം, ഉണ്ടാകാം. അതെങ്ങനെയാണെന്ന് എനിക്കറിയില്ല, ഉണ്ടാകും എന്ന് തന്നെ ഞാൻ കരുതുന്നു. അതല്ലാതെ കോൺഗ്രസ് പാർട്ടിക്ക് വേണ്ടി തീരുമാനമെടുക്കാനുള്ള അധികാരമൊന്നും ഇവർക്ക് ആർക്കും കൊടുത്തിട്ടില്ലല്ലോ. അങ്ങനെ ഒരധികാരവും ഇല്ലാത്തവർ നിന്നുകൊണ്ട് അധികാരത്തോടുകൂടി പാർട്ടി പദവിയിലിരിക്കുകയും ഒരു MP ആയിരിക്കുകയും ആ MP എന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ ഇപ്പോൾ ഇവർ ലോകത്തിലെല്ലായിടത്തും അറിയപ്പെടുന്നു എന്നുള്ളൊരു അതിശയോക്തിയാണെങ്കിൽ ഇന്ത്യയിൽ എല്ലായിടത്തും അറിയപ്പെടുന്ന ഒരാളാണ് അദ്ദേഹം. ഇന്ത്യയിൽ ലോകത്തും അത്യാവശ്യമൊക്കെ അറിയാവുന്ന ഒരാളാണ്. പക്ഷേ ഇനി അത് വേണ്ട, ഇന്ത്യയിലുണ്ടല്ലോ, വിശേഷിച്ച് ഇന്ത്യയിലെ കോൺഗ്രസ്സുകാർക്കിടയിൽ അറിയാം ശശി തരൂർ എന്ന പേര് സുപരിചിതമാണ്. കാരണം അദ്ദേഹം വർക്കിംഗ് കമ്മിറ്റി അംഗമായിട്ടിരിക്കുന്നുണ്ട്. മാത്രമല്ല അദ്ദേഹത്തിൻ്റെ സംഭാവനകൾ കോൺഗ്രസിൻ്റെ അന്തസ്സ് ഉയർത്തുന്നതിന് വേണ്ടി ഉപകരിച്ചിട്ടുണ്ട്. അങ്ങനെയുള്ള ഒരാളോട് വന്നുകൊണ്ട് ഇനി നിങ്ങളെ ഒരു പരിപാടിയിലും വിളിക്കേണ്ടതില്ല എന്നൊക്കെ ആജ്ഞ കൊടുക്കാൻ ഇവരാര് എന്നാണ് ആര് ചോദിച്ചത്? ശശി തരൂർ ചോദിച്ചത്. ശശി തരൂർ മറ്റൊന്നുകൂടെ ആഡ് ചെയ്തു, എൻ്റെ പ്രയോറിറ്റി എന്ന് പറയുന്നത് രാജ്യവും രാജ്യത്തിൻ്റെ സൈന്യവുമാണ്. അതേക്കുറിച്ച് ഞാൻ സംസാരിക്കുമ്പോൾ നിർഭാഗ്യവശാൽ എൻ്റെ പാർട്ടിക്ക് അത് മനസ്സിലാവുന്നില്ല. അല്ല, അതൊരു വലിയ ദുരന്തമാണ്. ഇപ്പോൾ കോൺഗ്രസ്സിൽ സംഭവിച്ചിട്ടുള്ളൊരു വലിയ ദുരന്തം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കോൺഗ്രസ്സിനുണ്ടായിരുന്ന ഏറ്റവും വലിയൊരു
മഹത്വം എന്തായിരുന്നു വെച്ച് കഴിഞ്ഞാൽ ദേശീയ പ്രസ്ഥാനം എന്നായിരുന്നു. ദേശീയ പ്രസ്ഥാനമായിരുന്നു. ആ ദേശീയ പ്രസ്ഥാനത്തിൽ ഇവരിപ്പോൾ ഈ ഭാരതമാത എന്നുള്ള കാര്യം പോലും തെറ്റാണ് എന്നിവിടെ കോൺഗ്രസ്സുകാരിൽ പലരും പറയുന്നത് നിങ്ങൾ കേട്ട്. ഈ ഭാരത് മാതാ കി ജയ് എന്നുള്ളത് ദേശീയ പ്രസ്ഥാനത്തിൽ മഹാത്മാഗാന്ധി ഉയർത്തിയ മുദ്രാവാക്യമാണ്. അതെ, അദ്ദേഹമാണ് അന്ന് തടിച്ചുകൂടിയ ജനങ്ങളോട് മുഴുവനും ഭാരത് മാതാ കി ജയ് എന്ന് പറയുമ്പോൾ ജനങ്ങളാണ് മഹാത്മാഗാന്ധിക്ക് ജയ് എന്നുകൂടി ഏറ്റുപറഞ്ഞത്. അങ്ങനെയാണ് അത് ഭാരത് മാതാ കി ജയ് മഹാത്മാഗാന്ധിക്ക് ജയ് എന്നുള്ള മുദ്രാവാക്യം കോൺഗ്രസിൻ്റെ ഔദ്യോഗിക മുദ്രാവാക്യങ്ങളായി മാറിയത് അങ്ങനെയാണ്. അപ്പോൾ അതുപോലും മറന്നുകൊണ്ട് നേഷൻ ഫസ്റ്റ്, രാജ്യമാണ് ആദ്യം, രാജ്യമുണ്ടെങ്കിലേ ബാക്കി ആർക്കും നിലനിൽപ്പുള്ളൂ എന്ന സിദ്ധാന്തത്തെ അപ്പാടെ നിരാകരിച്ചുകൊണ്ടാണ്. എന്തുകൊണ്ടായിരിക്കും ആ ഒരു പ്രിയോറിറ്റി കോൺഗ്രസിന് ഇപ്പോൾ ഇല്ലാത്തത്? അല്ല, കോൺഗ്രസ്സിന് ഇപ്പോൾ കാരണം ഉടുക്കാൻ കിട്ടിയില്ലെങ്കിൽ വലിച്ചു കീറണം. ഇവരുടെ ഒരു ധാരണ എന്താണെന്ന് വെച്ചാൽ ഇന്ത്യ രാജ്യം ഭരിക്കാൻ വേണ്ടി ഞങ്ങൾ നിയുക്തരാണെന്നാണ്. ഈ 2014 തെരഞ്ഞെടുപ്പ്, 2014 തെരഞ്ഞെടുപ്പ്, ആ തെരഞ്ഞെടുപ്പിനിടയ്ക്ക് ഞാൻ കെ വി തോമസ് മാഷുമായിട്ട് സംസാരിച്ചു. ഇങ്ങനെ കണ്ടപ്പോൾ അപ്പോൾ മാഷ് ഞാൻ പറഞ്ഞു, മാഷേ കുറച്ച് പ്രയാസമാണെന്ന് തോന്നണില്ലേ എന്ന് ചോദിച്ചു. അങ്ങനെയൊന്നുമല്ല. അപ്പോൾ അതിന് മാഷ് ഉപയോഗിച്ച വാക്ക്, കോൺഗ്രസിൻ്റെ ജാതകം ദൈവം എഴുതി വച്ചേക്കുന്ന ജാതകമാണ്, അത് എങ്ങനെ പോയാലും കോൺഗ്രസ് തന്നെ തിരിച്ച് വരും, കോൺഗ്രസ്സിന് ഒരു ഭീതിയും ഒരു ഭീഷണിയും ഉണ്ടാകില്ല എന്ന് പറഞ്ഞു. ആ മാഷ് അതിൻ്റെ ഒരു രാഷ്ട്രീയത്തിൽ ജയം ഉണ്ടാകും എന്നുള്ളതിൻ്റെ ഒരു വേറൊരു തരത്തിൽ പറഞ്ഞതാണെങ്കിലും അതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ കോൺഗ്രസ്സുകാർക്ക് പൊതുവേ ഉള്ളൊരു ധാരണ അന്നൊക്കെ ഉണ്ടായിരുന്നത് ഇന്ത്യ ഭരിക്കാൻ അവരല്ലാതെ വേറെ ആരും യോഗ്യരല്ല എന്നുള്ളതാണ്, അവർക്ക് അധികാരപ്പെട്ടതാണെന്നുള്ളതാണ്. കോൺഗ്രസ്സുകാർക്ക് അങ്ങനെയുണ്ട്. കോൺഗ്രസ്സുകാർക്ക് കോൺഗ്രസ് പാർട്ടിയിലെ ഒരു കുടുംബം എന്നുള്ള അതെ, അത് കോൺഗ്രസിന് അധികാരം കിട്ടിക്കഴിഞ്ഞാൽ ആ കുടുംബം, അതെ, ആ കുടുംബമാണ് ഈ രാജ്യം ഭരിക്കേണ്ടത്. കുടുംബമാണ് ഈ രാജ്യം ഭരിക്കേണ്ടത്. അതായത് ഇവർ പറയണത് എന്താണെന്ന് വെച്ചാൽ ഈ ഗാന്ധി നെഹ്റു എന്നല്ല പറയണ, നെഹ്റു ഗാന്ധിയാണ്, നെഹ്റു ഗാന്ധി എന്നാണ്. നിങ്ങൾ അതിൽ ഇത് നോക്കണം. കാരണം എന്ന് വെച്ചാൽ ഇന്നിപ്പോൾ ഈ ഒരു നിലക്ക് ഇപ്പോൾ മഹാത്മാഗാന്ധിയെക്കുറിച്ച് ഒരു ദിവസം ഒരു പുസ്തകം വെച്ച് ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും ഗവേഷകർ ഇറക്കുന്നുണ്ട്. ഗാന്ധിയാന എന്ന് പറയുന്ന ഒരു ഗ്രന്ഥ ശാഖ തന്നെ ഉണ്ടായിട്ടുണ്ട്. ഒരു പുസ്തകം വെച്ച് ഗാന്ധിയോട് യോജിക്കുന്നവരും ഗാന്ധിയോട് വിയോജിക്കുന്നവരുമുണ്ട്. പക്ഷേ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിനെ കുറിച്ച് ഇപ്പോൾ ഒരു പുസ്തകം എഴുതുന്നുണ്ടെങ്കിൽ ജയറാം രമേശ് മാത്രമേ ഉള്ളൂ, വേറെ ആരുമില്ല. അല്ല, ഇനി സത്യസന്ധമായി എഴുതിയ ആ പുസ്തകം ചൂടപ്പം പോലെ വിറ്റുപോവുകയും ചെയ്യും. അത് എഴുതിയത് മത്തായിയാണ്. മത്തായിയുടെ പുസ്തകം നിരോധിക്കപ്പെടുകയും ചെയ്യും. അതെ, മത്തായിയുടെ പുസ്തകം നിരോധിക്കപ്പെട്ടു. അപ്പോൾ കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു PR വർക്കിലൂടെ സൃഷ്ടിക്കപ്പെടുന്ന രാഷ്ട്രീയ ബിംബത്തിൻ്റെ ഏറ്റവും നല്ല ഉദാഹരണം, ഇന്ത്യയിലെ ഏറ്റവും നല്ല ഒന്നാന്തരം ഉദാഹരണം പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവാണ്. PR വർക്കായിരുന്നു. അദ്ദേഹം എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ മാധ്യമങ്ങൾ, അന്ന് പത്രങ്ങളാണ്, ബാക്കിയുള്ള ഇപ്പോൾ TV ഒക്കെ BBC അങ്ങനെ എന്തൊക്കെ ഉള്ളു, അതിനകത്തൊന്നും വലിയ കാര്യമായിട്ട് വന്നിട്ട് വല്ല ലോകവ്യാപകമായിട്ട് അദ്ദേഹം ഇവിടെ ഒന്നും ഒരു കാര്യമില്ല. ലോകവ്യാപകമായിട്ട് അദ്ദേഹം പോകുന്ന സമയത്ത് വരും. പിന്നെ വേറൊരു കാര്യം, ഇവിടെ ഉള്ളവർ BBC കാണുകയും കേൾക്കുകയും, അന്ന് BBC റേഡിയോ ഉണ്ടല്ലോ, കാണുകയും കേൾക്കുകയും ചെയ്തതിന് ശേഷം പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു പറഞ്ഞതായി അവർ പറഞ്ഞു വരുത്തിയിരുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. അത് നെഹ്റു അറിഞ്ഞിട്ടുണ്ടോ എന്നുള്ള കാര്യം നമുക്കും അറിയില്ല, നെഹ്റുവിനും അറിയില്ല. അങ്ങനെ പോയിരുന്നൊരു കാലമാണ്. പക്ഷേ അത് ഇന്നിപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഞങ്ങളുടെ കുടുംബത്തിന് അധികാരമില്ലെങ്കിൽ ഈ രാജ്യമേ നിലനിൽക്കേണ്ട എന്നാണ് കോൺഗ്രസ്സുകാർ പലരും വിശ്വസിക്കുന്നതും പറയുന്നതും. അവിടെയാണ് തരൂർ വ്യത്യസ്തനാവുന്നത്. അവിടെയാണ് തരൂർ പറയണത്, അങ്ങനെ കരുതരുത്, ഈ രാജ്യം ഉണ്ടെങ്കിലേ കോൺഗ്രസ്സും ഉണ്ടാവുകയുള്ളൂ. ഇവരങ്ങനെയല്ല പറയണത്. അല്ലെങ്കിൽ ഞാൻ ചോദിക്കട്ടെ, അടിമുടി ഇന്ത്യ വിരുദ്ധനും പണമല്ലാതെ ലോകത്ത് ഒരു ദൈവമില്ല എന്ന് വിശ്വസിക്കുന്നവനും എന്തു നുണയും ആർക്കെതിരെയും എപ്പോൾ വേണമെങ്കിലും എങ്ങനെ വേണമെങ്കിലും പറയാമെന്നും ആ നുണ പറഞ്ഞ് ആളുകളെ നശിപ്പിക്കാമെന്നും രാജ്യങ്ങളെ ഇല്ലാതാക്കാമെന്നും പ്രചരിപ്പിക്കുകയും ചെയ്യുന്ന
ജോർജ് സോറോസിന് വേണ്ടി നിലകൊള്ളുന്നവരാണ് സോണിയാഗാന്ധിയും രാഹുൽ ഗാന്ധിയും. സോണിയാഗാന്ധിയും രാഹുൽ ഗാന്ധിയും. ഇപ്പോൾ പാർട്ടിയുടെ സുനിലൊന്ന് ആലോചിച്ച് നോക്കി. ഇപ്പോൾ പാർട്ടിയുടെ പ്രധാനപ്പെട്ട ഇത് പ്രക്ഷോഭ പരിപാടി എന്തിനു വേണ്ടിയിട്ടാണ്? സോണിയക്കും രാഹുലിനും ഇത് കുറ്റപത്രം വന്നപ്പോൾ ആ കുറ്റപത്രം തെറ്റാണെന്ന് പറഞ്ഞിട്ട് ബന്ദ് നടത്താൻ പോവുകയാണ്. വാദ്രക്കെതിരെ വന്നപ്പോൾ എൻ്റെ അളിയൻ ഇതാ ശിക്ഷിക്കപ്പെടുന്നു, എൻ്റെ അളിയൻ പാവാട, എൻ്റെ അളിയൻ എന്താ ഈ പറയുന്നത്? ഒരു കുടുംബത്തിൽ നടത്തിയിരിക്കുന്ന കൊടിയ അഴിമതി സംരക്ഷിക്കാൻ വേണ്ടി ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം ഒന്നടങ്കം കാവൽ നിൽക്കുന്ന ദയനീയമായ അവസ്ഥയുണ്ട്. ആ അവസ്ഥക്കെതിരെ ഒരു വാക്ക് പറയാൻ മുരളിക്കും മറ്റേ ഉണ്ണിത്താനും കഴിയുമോ? അത് പറ്റില്ല. അത് മാത്രമല്ല, അപ്പോൾ വേറെ കാര്യമില്ല, അങ്ങനെയുള്ളൊരു പാർട്ടിയിൽ തരൂരിന് എത്ര കാലം ഇനി നിൽക്കാൻ പറ്റും? അല്ല, തരൂരിന് അവർക്കൊന്നും ചെയ്യാൻ കഴിയില്ല. അല്ല, തരൂരിനും ഇതുപോലത്തെ ഒരു പാർട്ടിയുടെ കൂടെ നിൽക്കാൻ പറ്റും. അല്ല, തരൂരിന് പറയാനുള്ളത് പറഞ്ഞിട്ടാണ് നിൽക്കുന്നത്. ഇവർ തരൂരിനെ മാറ്റട്ടെ എന്ന്, തരൂരിനെ എക്സ്പെൽ ചെയ്യട്ടെ. തരൂർ ആഗ്രഹിക്കുന്നുണ്ടാവോ? തരൂര് ഒന്നും എന്നെ വേണമെങ്കിൽ പുറത്താക്കാം. അല്ല, ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തരൂരിന് എന്താണുള്ളത്? തരൂരിന് ഇതുകൊണ്ട് ഉപജീവനം കഴിക്കേണ്ട. അയാൾക്ക് ഹ്യൂജ് പെൻഷൻ കിട്ടുന്നുണ്ട്. പിന്നെ അത്യാവശ്യം അയാൾക്ക് നല്ല പൈസ സാമ്പത്തിക ഇതുള്ള ഒരാളാണ്. ഇതൊന്നുമില്ലെങ്കിൽ ശരിയാണ്, വേദി കിട്ടാൻ പ്രയാസമില്ല. എവിടെയും കിട്ടും. അയാൾ തയ്യാറാണെന്നുണ്ടെങ്കിൽ അയാൾക്ക് എവിടെയും വേദി കിട്ടും. അല്ല, ഇന്നിപ്പോൾ കേരളത്തിൽ കോൺഗ്രസിൻ്റെ ഒരു ക്രൗഡ് പുള്ളറാണ് തരൂർ. അല്ല, ക്രൗഡ് പുള്ളർ, അയാൾ കുറേ കാലമായിട്ട് ക്രൗഡ് പുള്ളറാണ്. അത് മാത്രമല്ല, എവിടെ പോയി കഴിഞ്ഞാൽ ഇതല്ല, ഒരു ഇൻ്റലക്ച്വൽ ഫോറത്തിൽ തരൂരിനെ വിളിക്കും, ഇതിലാരെങ്കിലും വിളിക്കുക. ഒരു അക്കാഡമിക് ഫോറത്തിൽ തരൂർ ക്ഷണിക്കപ്പെടും, ഇവരാരെങ്കിലും വരുമോ? ലോകത്തിലെ എഴുത്തുകാരുടെ സമ്മേളനത്തിൽ തരൂർ ക്ഷണിക്കപ്പെടും, ഇവരാരെങ്കിലും പറ്റുമോ? ഇല്ലല്ലോ. അപ്പോൾ തരൂരിനെ സംബന്ധിച്ചിടത്തോളം പിന്നെ അങ്ങനെ എം പി ആയിട്ട് ഇപ്പം 4ാമത്തെ ടൈമല്ലേ ഇത്? 4ാമത്തെ ടൈമിൽ എം പി ആണ്. ഇനിയും ഒരു എം പി ആയില്ല എന്നല്ലേ വരുള്ളൂ, വേറെ ഒന്നും വരില്ലല്ലോ, വേറെ ഒന്നും സംഭവിക്കാനില്ല. അയാൾക്കത് വേണ്ടാന്ന് വെച്ചാൽ പോരെ? അല്ല, ആ എം പി സ്ഥാനം ഇല്ലാതായാലും തരൂരിൻ്റെ ഈ സ്റ്റേച്ചറിന് ഒരു കുറവും വരില്ല. ഉണ്ണിത്താന്റെ എം പി സ്ഥാനം പോയ ഉണ്ണിത്താനെ പിന്നെ അല്ല, നായക്കുട്ടി പോലും തിരിഞ്ഞു നോക്കില്ല. അങ്ങനെയല്ല, ഈ എല്ലാ രാഷ്ട്രീയത്തിലുള്ളവരും മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ചിലർക്ക് രാഷ്ട്രീയം മാത്രമാണ് ഐഡൻറ്റിറ്റി. അതാണ്. ആ രാഷ്ട്രീയത്തിൽ നിന്ന് മാറിക്കഴിഞ്ഞാൽ പിന്നെ അവരാരുമല്ല. അവർ പിന്നെ ഇൻവാലിഡ് കോയിൻസ് ആയിട്ട് മാറും ചിലർക്ക്. മറ്റു പലർക്കും അതല്ല. വേറെ ഐഡൻറ്റിറ്റികൾ ഉള്ളവർക്ക് രാഷ്ട്രീയം അവരുടെ പല ഐഡൻറ്റിറ്റികളിലൊന്നു മാത്രമാണ്. അത് പോയി കഴിഞ്ഞാൽ വേറെ ഐഡൻറ്റിറ്റിയിൽ അവർക്ക് വേറെ രംഗങ്ങളുണ്ട് പ്രവർത്തിക്കാനായിട്ട്. പക്ഷേ ചിലരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഏക ആശ്രയം രാഷ്ട്രീയം മാത്രമാണ്. ഇപ്പം മുരളിക്കും ഉണ്ണിത്താനും ഈ രാഷ്ട്രീയം അല്ലാതെ വേറെ ഒരു മാർഗവും ഇല്ല. ഈ രാഷ്ട്രീയത്തിൻ്റെ പേരിലാണ് ഇവർക്ക് വേദി കിട്ടുന്നത്, രാഷ്ട്രീയത്തിൻ്റെ പേരിലാണ് ഇവരറിയപ്പെടുന്നതും. തരൂരിന് അത് വേണ്ടല്ലോ. അതെ, ശശി തരൂർ എന്നൊരു ഐഡൻറ്റിറ്റി ഉണ്ട്. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ശശി തരൂരിൻ്റെ ഫ്യൂച്ചർ എന്തായിരിക്കും? നാളെ കോൺഗ്രസ് വിടുവോ, BJP ചേരുവോ? ഈ BJPയിൽ ചേരുക എന്നുള്ള കാര്യം ഒന്നും ഞാനിപ്പോൾ കരുതുന്നില്ല. കോൺഗ്രസ് അദ്ദേഹം വിടില്ല. വേണമെങ്കിൽ അദ്ദേഹത്തെ കോൺഗ്രസ് പുറത്താക്കേണ്ടി വരും. പക്ഷേ എന്തും പറഞ്ഞ് പുറത്താക്കും. അതൊരു വലിയ പ്രശ്നമാണ് കോൺഗ്രസ്സിന്. എന്തു പറഞ്ഞ് പുറത്താക്കും? രാജ്യമാണ് വലുത് എന്ന് പറഞ്ഞതിൻ്റെ പേരിൽ ശശി തരൂരിനെ ഞങ്ങൾ പുറത്താക്കി എന്ന് പറയാൻ പറ്റുമോ? രാജ്യമല്ല, സോറസാണ് വലുത് എന്നാണ് രാഹുൽ പറയുന്നത്. ആ രാഹുലിനെതിരെ നടപടിയില്ല. പാകിസ്ഥാനും ചൈനയുമായിട്ട് രഹസ്യബന്ധം പുലർത്തുന്ന രാഹുൽ ഗാന്ധിക്കെതിരെ ഇവർക്ക് മറുപടിയില്ല. രാഹുൽ മുതലാളിയല്ലേ കോൺഗ്രസിൻ്റെ? മുതലാളി ഇത് ചെയ്യുന്നുണ്ടല്ലോ. ആ മുതലാളിക്കെതിരെ ഒരു ഇതുമില്ല. ഇപ്പോൾ കോൺഗ്രസ്സുകാരുടെ ഏക ജോലി എന്താണ്? ഉള്ള ജോലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സോണിയക്കെതിരെ, രാഹുലിനെതിരെ, പ്രിയങ്കയ്ക്കെതിരെ, വാദ്രയ്ക്കെതിരെ ഇങ്ങനെ വരുന്നവർക്കെതിരെയുള്ള ക്രിമിനൽ ഒഫൻസുകളിൽ അവർക്ക് ചാർജ് ഷീറ്റ് കിട്ടിക്കഴിഞ്ഞാൽ അതിനെതിരെ ബന്ദ് നടത്താനും പ്രകടനം നടത്താനും പാർലമെൻറ്റിൻ്റെ മുമ്പിൽ കുത്തിയിരിക്കാനുമുള്ള ഒരു സംഘടനയാക്കി കോൺഗ്രസിനെ മാറ്റിയതാരാണ്?
ഇവർ തന്നെയാണ്. പിന്നെ എന്നിട്ടാണ് ഇവർ ഇനിയിപ്പോൾ തരൂരിനെ പിടിക്കാൻ പോകുന്നത്. അതൊന്നും നടക്കില്ല. അവർക്ക് വേണമെങ്കിൽ തരൂരിനെ പുറത്താക്കേണ്ടി. അതെ, നമുക്ക് അത് കാത്തിരിക്കാം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.